ഈ 2-3 ദിവസം മുന്നേ കഴിഞ്ഞു പോയത് ലോക വായനാ ദിനമാണ്. വായനാ ദിനത്തോടനുബന്ധിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ സാധിച്ചില്ല. അതാണ് ഇപ്പോഴൊരു വീഡിയോ ചെയ്യുന്നത്. ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ലോക വായനാ ദിനം ഒരുപാട് പ്രശസ്തി ആർജിച്ച കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കഞ്ചാവ്, മയക്കുമരുന്ന്, അതുപോലെ മൊബൈൽ ഉപയോഗം, ഇതുപോലുള്ള കാര്യങ്ങളിലോടാണ് താല്പര്യം. വായന എന്തുവെന്ന് അറിയത്തില്ല. അന്ന് ഈ തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യം ഒരുപാട് കാര്യം ഉണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വാക്കുകൾ കേട്ടിട്ടുണ്ട്: വായിക്കുന്നവൻ വളരും, വായിക്കാത്തവൻ വളയും. അത് ഈ തലമുറയ്ക്ക് ഒരുപാട് ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് വലിയൊരു പ്രാധാന്യമുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ലൈബ്രറി വളരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ കുറവാണ്. അന്നൊക്കെ പുസ്തകം കിട്ടാതെ നടക്കുമായിരുന്നു, വായിക്കാൻ പുസ്തകം കിട്ടാതെ. പല പുസ്തകങ്ങളും തെണ്ടി അല്ലെങ്കിൽ എവിടുന്നേലുമൊക്കെ പോയി തപ്പിയെടുത്ത് വായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കും. അത് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നില്ല. അതിൽ കഥകളെ, ചെറുകഥകളെ, നോവലുകളെ ഒക്കെ ഉണ്ടായിരുന്നു. MDയുടെയും അതുപോലെ തന്നെ മുകുന്ദൻ്റെയും ഒക്കെ ഒരുപാട് നോവലുകൾ വായിക്കുന്ന ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാധവിക്കുട്ടിയുടെ നീപ്പായുസവേ, അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറുടെ പാത്തുമ്മയുടെ ആട്, അങ്ങനെ ഒരുപാട് കഥകളെ, നോവലുകളൊക്കെ വായിക്കുമായിരുന്നു. MDയുടെ രണ്ടാം ഊഴം, ഒരുപാട് നോവലുകളെ, ചെറുകഥകളൊക്കെ വായിക്കുവാൻ അവസരം കിട്ടുകയായിരുന്നു. അന്ന് പുസ്തകങ്ങൾ വളരെ ലൈബ്രറികൾ വളരെ കുറവായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കാരണം ഒരുപാട് ലൈബ്രറികളെ, ബുക്കുകളൊക്കെ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ വായിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അവർക്കതിനോട് താല്പര്യമില്ല. കാരണം അവർക്ക് മൊബൈല്, യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ലഹരി ഉപയോഗങ്ങൾ, ഇതിനോടൊക്കെയാണ് കൂടുതലും താല്പര്യം. അപ്പം ഈ ഒരു വായനാ ദിനത്തിൽ ഒരുപാട് കുട്ടികൾക്ക് എൻ്റെ ഈ വീഡിയോയും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയണ്ടേ, പ്രചോദനമാകട്ടെ. എൻ്റെ ഈ വീഡിയോ കണ്ട് പുതിയ തലമുറ വായനയിലോട്ട് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെ ആവശ്യമാണ്. കാരണം വായിച്ചാൽ ഒരുപാട് അറിവുകൾ കിട്ടും. അറിവുകളാണ് ദൈവം. എന്നപ്പം ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കട്ടെ. അതിലൂടെ അവർക്ക് ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കട്ടെ.